എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 15-ാം തീയതി വരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ലോഗിൻ ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് ഇനി അത് കുറച്ചുകൂടി ഓപ്ഷനുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്ത് ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ ഓഗസ്റ്റ് 15-ാം തീയതി വരെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർദ്ദേശങ്ങളും മറ്റും എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അതായത് ഈ ഒരു ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് അതായത് ഇൻഡെക്സ് പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ്സിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ പ്രസ് റിലീസ്, അതുപോലെ തന്നെ കോളേജ് ലിസ്റ്റ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതിന് നേരെയുള്ള ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF അതായത് കോളേജ് ലിസ്റ്റ്, കോഴ്സ് ലിസ്റ്റ്, അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർദ്ദേശങ്ങൾ എന്നിങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഘട്ടത്തിലോ നൽകാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് സ്പെഷ്യൽ റിസർവേഷനുള്ള സീറ്റിലേക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ഒരു നഴ്സിംഗ് കോളേജിൽ നോക്കുന്ന സമയത്ത് അവിടെ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്ലൈ ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അവിടെ ആ ഒരു റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിസർവേഷൻ ഉള്ളവർക്കും അവിടെ അഡ്മിഷൻ കിട്ടുമെന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, ഞാനിപ്പോൾ CPAS-ൽ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ CPAS-ൽ അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു CPAS കോളേജിലേക്ക് എനിക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു കോളേജിൽ അതായത് ഇപ്പോൾ CPAS-ന്റെ ഒരു കോളേജിൽ ഇപ്പോൾ 100 സീറ്റ് ഉണ്ടെന്ന് കരുതുക. 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 50 സീറ്റ് ഈ ഒരു CPAS-ആണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അതായത് ഈ 100 സീറ്റിൽ 50 സീറ്റ് ഈ ഒരു CPAS-ഉം 50 സീറ്റ് ഗവൺമെൻറ്റുമാണ് നടത്തുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു അലോട്ട്മെൻറ്റാണ് LBS നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 50% സീറ്റിലേക്ക് ആണ് ഈ ഒരു LBS വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് CPAS വഴി അപേക്ഷിക്കാത്തവർക്കും CPAS-ലേക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും അത്. കാരണം CPAS-ൽ അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പോൾ ഇതിൽ CPAS കോളേജിൽ ഓപ്ഷൻ വെക്കാൻ പറ്റുമോ എന്നുള്ളത് വെക്കാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിലുള്ള ഏതൊരു കോളേജിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അതിനായിട്ട് ഇന്ന ഓപ്ഷനെ വെക്കാവൂ എന്നൊന്നുമില്ല. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് മൈനോറിറ്റി റിസർവേഷനുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈനോറിറ്റി ആ ഒരു റിസർവേഷനുള്ള ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റില്ല. അതിൽ ഏത് കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ആ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ വെച്ച് ആ ഒരു ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് ആ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ NRI കോട്ട ഉണ്ട്. അപ്പോൾ NRI കോട്ടയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് NRI ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ NRI കോട്ടയിലേക്ക് ഓപ്ഷൻ വെക്കാവൂ. കാരണം NRI കോട്ടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും NRI ഡോക്യുമെൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ NRI കോട്ടയിൽ NRI ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികൾ മാത്രമേ ഓപ്ഷൻ വെക്കേണ്ടതുള്ളൂ. കാരണം അവരുടെ കയ്യിൽ മാത്രമാണ് അത് അഡ്മിഷൻ ടൈമിൽ ആ ഒരു ഡോക്യുമെൻറ്റ് ഹാജരാക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു NRI കോട്ടയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ റിസർവേഷൻ ഉള്ളവർ മാത്രമേ വെക്കാവൂ. അതുപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉള്ളവർ മാത്രമേ വെക്കാവൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്പെഷ്യൽ റിസർവേഷനുള്ള ഏത് സീറ്റിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഓപ്ഷൻ വെക്കരുത് എന്നൊന്നുമില്ല, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജും പ്രയോറിറ്റി ബേസിൽ നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനും ആവശ്യമില്ലാതെ ഏതെങ്കിലും ഓപ്ഷൻ മാത്രമായിട്ട് റിമൂവ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനെ റീഅറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യം, അതുപോലെ ആ ഒരു ഘട്ടത്തിൽ പുതിയ ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള സൗകര്യമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കോളേജുകളിലെ വേക്കൻസിക്ക് അനുസരിച്ച് മാത്രമാണ് ആ ഒരു കോളേജുകൾ ഓപ്ഷൻ വെക്കാൻ സാധിക്കുക. കാരണം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം ആ ഒരു കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻ നടത്തപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു താല്പര്യമുള്ള കോളേജുകൾ അതായത് ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജൊക്കെ നിങ്ങൾ ഇപ്പോൾ നൽകേണ്ടതാണ്. അത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, BSc നഴ്സിംഗ് കോഴ്സ് അല്ലാതെ മറ്റ് കോഴ്സുകൾ ഇപ്പോൾ വെക്കാൻ പറ്റും. അതായത് ഈ ഒരു BSc നഴ്സിംഗ് അല്ലാതെ പാരാമെഡിക്കൽ കോഴ്സസ് ആയിട്ടുള്ള MLT, അതുപോലെ തന്നെ ഈ ഒരു BOT, അതുപോലെ തന്നെ BPT, ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് BSc നഴ്സിംഗ് അല്ലാതെ വെക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും ഓപ്ഷൻ വെക്കാം. എല്ലാ കോഴ്സുകളിലേക്കും ഇപ്പോഴാണ് ഓപ്ഷൻ വെക്കേണ്ടത്, അല്ലാതെ അതിന് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും സമയം അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പാരാമെഡിക്കൽ കോഴ്സ് ആയിരുന്നാലും അല്ല നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് കോഴ്സ് ആയിരുന്നാലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ
ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു നഴ്സിംഗും പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരു MLT പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഡയാലിസിസ് ടെക്നോളജിയും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി കോഴ്സും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് BSc നഴ്സിംഗ് പഠിക്കാനാണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഒരു 30 ഓപ്ഷൻ വെക്കുന്നു എന്ന് കരുതുക. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ 14 നഴ്സിംഗ് കോളേജുകളിലേക്ക് ഞാൻ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കുന്നു. അതായത് എൻ്റെ ഒരു പ്രയോറിറ്റി ബേസിൽ നഴ്സിംഗ് കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആദ്യം നഴ്സിംഗ് വെക്കുന്നു. പിന്നീട് എനിക്ക് MLT ആണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ MLT കോഴ്സ് വെക്കുന്നു. അതിനുശേഷം ഞാൻ അടുത്തത് BPT, അതുപോലെ തന്നെ മറ്റ് കോഴ്സുകൾ, അത് ഒക്കുപേഷൻ തെറാപ്പി, അതുപോലെ തന്നെ ആ ഒരു ഡയാലിസിസ് ടെക്നോളജി, ഈ ഒരു രീതിയിൽ എനിക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതാണോ ആ ഒരു കോഴ്സുകൾ ആ ഒരു പ്രയോറിറ്റി ബേസിൽ ഗവൺമെൻറ് കോളേജ് വെച്ച്, അതിനുശേഷം അടുത്തത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് വരുന്നത്, സെൽഫ് ഫിനാൻസ് കോളേജ് വെക്കുന്നു. ഈ ഒരു രീതിയിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു കോളേജിൻ്റെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ വെക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ പറയുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് പേജ് ലോഡാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, മൊബൈലിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾക്ക് ആ ഒരു ഫുൾ പേജ് കിട്ടുന്നുണ്ട്, എന്നാൽ കുറേ പേർക്ക് ആ ഒരു ഫുൾ പേജ് ആയിട്ട് കിട്ടുന്നില്ല. കാരണം സ്പെഷ്യൽ റിസർവേഷൻ്റെ ഇത് ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ബോക്സ്, അതുപോലെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ബട്ടൺ, അതുപോലെ തന്നെ റിമൂവ് എന്നുള്ള ഒരു ബട്ടൺ എന്നിങ്ങനെയൊക്കെ പല ഭാഗങ്ങളും അതിൽ നിന്ന് മിസ്സായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുക. സ്വന്തമായിട്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ സിസ്റ്റത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു പേജ് ഫുള്ളായിട്ട് ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട്, അതായത് ഈ ഒരു അപേക്ഷ നിങ്ങൾ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലോ പോകുന്ന സമയത്ത് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ കോളേജുകൾക്ക് ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് കോളേജ് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു കോളേജ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോളേജിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇവിടെ ഓരോ കോളേജിൻ്റെയും ഫീ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു പത്തനംതിട്ടയിലെ കോളേജിൽ INC അപ്രൂവൽ കിട്ടിയിട്ടില്ല. കാരണം അത് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ അവിടെ INC അപ്രൂവൽ കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഭാവിയിൽ കിട്ടുന്നതായിരിക്കും. അതായത് ഈ വർഷം തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളതനുസരിച്ച് നിങ്ങൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. ഏതൊക്കെ ഈ കോളേജിൽ ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണമെന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ പ്രയോറിറ്റി ബേസ് ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ നഴ്സിംഗ് ആണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഓപ്ഷൻ ഫസ്റ്റ് ഘട്ടത്തിൽ നൽകുക. പിന്നീട് MLT ആണ് താല്പര്യമെങ്കിൽ പിന്നീട് അത് നഴ്സിംഗ് ഓപ്ഷൻ വെച്ച ശേഷം നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ ഓപ്ഷൻ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഗവൺമെൻറ് കോളേജിൽ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. സെൽഫ് ഫിനാൻസ് കോളേജിൽ മാത്രമാണ് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റ്, NRI സീറ്റ്, അതുപോലെ തന്നെ ഈ ഒരു അതായത് മൈനോറിറ്റി സീറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള സീറ്റുകൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ആ ഒരു റിസർവേഷൻസ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലൊക്കെ, അതായത് അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ അവിടുത്തെ ഫീസ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 23,150 രൂപ മാത്രമാണ് നഴ്സിംഗിന് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി യൂണിഫോം, ബുക്ക്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഇതുപോലുള്ള എക്സ്ട്രാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ SC ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആകെ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ ഏകദേശം 1,13,000 രൂപയാണ് ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അത് 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റും പിന്നീട് ബാക്കി പൈസ നിങ്ങൾ അഡ്മിഷൻ ടൈമിലുമാണ് അടക്കേണ്ടതായിട്ട് വരുന്നത്. അഡ്മിഷൻ ടൈമിൽ മൊത്തമായിട്ടും ആ ഒരു പൈസ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ NRI കോട്ടയാണെങ്കിൽ 1.5 ലക്ഷം രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ ആദ്യ വർഷത്തെ ഫീസിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ കോഴ്സുകൾ ഓപ്ഷനായിട്ട് നൽകുക. സെൽഫ് ഫിനാൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഫീ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ നിങ്ങളുടെ പേജ് ലോഡാവുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നാളെ ഈ ഒരു ആദ്യം തന്നെ ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സുകൾക്ക് വെക്കണം, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് വെക്കാം, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കും ഓപ്ഷൻ വെക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ച് തന്നെ വെക്കാവുന്നതാണ്. ആദ്യം നിങ്ങളെ പ്രയോറിറ്റി ബേസിൽ നഴ്സിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ ആദ്യം നഴ്സിംഗ് പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ കൊടുത്ത ശേഷം പിന്നീട് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള MLT BPT ഇതുപോലുള്ള കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് എവിടെയൊക്കെ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ വെക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ജില്ലയിലെയും സെൽഫ് ഫിനാൻസ് കോളേജുകൾ, അതായത് ഈ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ കൃത്യമായിട്ട് അത് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു താല്പര്യമനുസരിച്ച്, അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.